എന്റെയും വേറൊരാളുടെ പിക്ക്. എന്നിട്ട് ഓപ്പൺ ചെയ്ത് കാണുമ്പോൾ ഞാനും ഭുവന്റെയും കല്യാണ ഫോട്ടോ. എന്ത് വൃത്തികേടാണോ കാണിക്കുന്നത്? സോഷ്യൽ മീഡിയയിൽ എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ അനുമോള് ഈ സംസാരിക്കുന്നത് ആരെ പറ്റിയിട്ടാണെന്ന് അറിയാമോ? കമന്റ്സ് ഇടുന്ന ചില കമന്റോളുകളെ പറ്റിയിട്ടാണ്. എനിക്ക് തോന്നുന്നു അടുത്തിടെ നടന്ന ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കല്യാണം നോക്കിക്കഴിഞ്ഞാല് ഇത്രയധികം നെഗറ്റീവ് കിട്ടിയിട്ടുള്ള ഒരു കല്യാണം അനുമോളുടെ ആയിരിക്കും. നെഗറ്റീവ് കമന്റുകൾ കിട്ടിയിട്ടുള്ള കല്യാണം അനുമോളുടെ ആയിരിക്കും. എനിക്കൊന്ന് മറ്റേ നയൻതാരയുടെ ഒക്കെ കല്യാണ സമയത്ത് ഭയങ്കര നെഗറ്റീവ്സ് ഒക്കെ ഞാൻ കണ്ടായിരുന്നു കമന്റ്സില്. അതൊന്നും അവര് മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ അടുത്തിടെ സീരിയൽ താരങ്ങളുടെയും ഇൻഫ്ലുവൻസേഴ്സിന്റെയും ഒക്കെ കുറെ കല്യാണങ്ങൾ നടന്നു. പക്ഷെ അതിനകത്തൊന്നും ഇത്രയധികം നെഗറ്റീവ്സ് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇതിനകത്ത് നല്ല നെഗറ്റീവ്സ് ആണ്. അതായത് ഇത്രയും അസൂയയോ? ഫേസ്ബുക്ക് തുറക്കാൻ പറ്റത്തില്ല. ഫേസ്ബുക്കിൽ അനുമോളുടെ ഒരു വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോസിന്റെ അടിയിൽ മുഴുവൻ 90% നെഗറ്റീവ് കമന്റ്സ് ആണ്. കൂടുതലും ഇത് 6 മാസേ പോകത്തുള്ളൂ. ഇത് 6 മാസത്തിൽ കൂടുതലൊന്നും പോകത്തില്ല. തമിഴിനായോണ്ട് പിന്നെ ഇവളുടെ സ്വഭാവം ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് തമിഴിനെ കല്യാണം കഴിച്ചത് എന്ന രീതിയിലുള്ള കമന്റ്സ് ആണ്. അസൂയാണോ കുശുമ്പാണോ എന്തുവാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു പോകുന്നു എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അപ്പൊ നമ്മൾ അന്നേരം എന്തായിരിക്കും സംസാരിക്കുന്നത്? നമ്മൾ ആശംസകൾ അറിയിക്കുകയായിരിക്കും ചെയ്യുന്നത്. നല്ലതുപോലെ ജീവിക്കട്ടെ, ദീർഘനാൾ ഇങ്ങനെ ഒന്നിച്ച് സന്തോഷത്തോടുകൂടി പോവാൻ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ ആയിരിക്കും നമ്മളൊക്കെ പറയുന്നത്. അങ്ങനെ തോന്നത്തുള്ളൂ. അതിപ്പോ നമുക്ക് വെറുപ്പുള്ള വ്യക്തികളുടെ കല്യാണമാണെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്താഗതി ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേങ്കില് ഈ പെൺകുട്ടിയും കൂടി കല്യാണം കഴിച്ചപ്പോഴത്തേനും എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഡിവോഴ്സ് ആവുന്നതാണ്. ഏതായാലും അനുമോൾ പറഞ്ഞ കാര്യം നമുക്ക് കേട്ടിട്ട് വരാം. എന്താ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും കല്യാണം കഴിച്ചു ഒരു ജീവിതത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോൾ സന്തോഷത്തോടെ ജീവിക്കാൻ ആഗ്രഹിച്ച് പോകുമ്പോൾ നിങ്ങൾ ഈ അസൂയയും കുശുമ്പൊക്കെ ആയിട്ടുള്ള ആൾക്കാർ എന്ത് വൃത്തിയുടെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങൾ ഈ ചെയ്യുന്ന ആൾക്കാർ പലരുടെയും ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാത്തത് കൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മളിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണമെന്നും സമാധാനം വേണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നമ്മൾ ഒരിക്കലും ഞാൻ ഒരിക്കലും വേറൊരാളുടെ ജീവിതത്തിൽ മോശം വരണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി കമന്റ് ഇടുകയോ ഞാൻ പോയി അവരുടെ ജീവിതം നശിപ്പിക്കാനോ ഞാൻ പോകാറില്ല. കാരണം എനിക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ട് എന്നുള്ള ഒറ്റ ഇതാണ്. പിന്നെ 2, ഇന്നിപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ സമയത്ത് കുറേ കമന്റ്സുകൾ കണ്ടു. എത്ര നാളത്തേക്കാണോ എന്തോ, എന്നാണ് ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നത്, പിന്നെ തമിഴനായതുകൊണ്ട് കാശും കൊണ്ട് മുങ്ങിക്കള, അങ്ങനെയുള്ള കുറേ കമന്റ്സുകൾ ഞാൻ കണ്ടു. പക്ഷെ എനിക്കിതൊന്നും കണ്ടിട്ട് ഞാനത് കെയർ ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇടുന്ന കുറച്ച് ആളുകളുണ്ട് നമ്മുടെ കേരളത്തിൽ. അപ്പോൾ അവരെ പറഞ്ഞിട്ട് അവർ നന്നാവാനും പോകുന്നില്ല. കാരണം ഞാൻ എപ്പോഴും ഈ നെഗറ്റീവ് കമന്റ് കാണുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, എനിക്ക് സന്തോഷമുണ്ട് സമാധാനമുണ്ട്, എനിക്ക് എല്ലാം ഉണ്ട് അല്ലേ, സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ഒരു ജോലി ഇല്ലാണ്ടിരിക്കുന്നവരാണ്. ഫ്രസ്ട്രേഷൻ കൊണ്ട് ജീവിതം മുട്ടിയിരിക്കുന്നവരാണ്. ഒന്നും ജീവിക്കാൻ പറ്റാതെ വീട്ടിലിങ്ങനെ ജോലിക്കും പോകാണ്ട് ജോലിയില്ല, കയ്യിൽ കാശും ഇല്ലാതെ വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാർ. അതുകൊണ്ട് എൻ്റെ പേജിൽ നിന്നല്ല, ഞായുടെ അക്കൗണ്ടിൽ പോയി ഇങ്ങനെ നെഗറ്റീവ് കമന്റ് ഇട്ടാലും ആദ്യം വിചാരിക്കേണ്ട കാര്യം, വിഷമിക്കാൻ പോകരുത്, ആദ്യം വിചാരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ചൊറിയന്മാർ ഒരു പണി ഇല്ലാതിരിക്കുന്നത്. അതിനിപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ പോലും കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കാം അവരുടെ ലൈഫിൽ അവരുടെ കുടുംബത്തിൽ സന്തോഷം. ഈ ലാസ്റ്റ് പറയുന്നത് തന്നെയാണ് ശരിക്കും നടക്കുന്നത്. അതായത് ഈ വീട്ടിൽ ചൊറിയും കുത്തിയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ചില സമയത്ത് അങ്ങ് അസൂയയും കുശുമ്പും അങ്ങ് മൂക്കും. ആരും രക്ഷപ്പെടുന്നത് അങ്ങോട്ട് ഇഷ്ടമല്ല. ഒന്നാമത്തെ കാര്യം, അനുമോള് ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ ആയത് ആർക്കും ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമല്ല കഴിയുണ്ട്. അതായത് അവൾക്കൊക്കെ ടൈറ്റിൽ വിന്നർ കിട്ടി, അവൾ ഇനിയും കിടന്നങ്ങ് നിഗളിക്കും എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുഴപ്പമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര പുരോഗമനം ഉണ്ടായി, എത്ര പ്രോഗ്രസീവായി, എന്തൊക്കെ സംഭവിച്ചു, എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാരുടെ ഈ ഒരു മൈൻഡ് സെറ്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇങ്ങനെ ചൊറിയും കുത്തിയിരുന്ന് ഒരു പണിയില്ലാതെ ആരുടെയെങ്കിലും ഒക്കെ ജീവിതത്തിൽ നല്ലത് നടക്കുന്നത് കാണുമ്പോൾ അവരുടെയൊക്കെ വീഡിയോയുടെ അടിയിലൊക്കെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഒരു കമന്റ് ഇടുമ്പോൾ അവർക്കൊരു മനസ്സുഖമാണ്. ഇങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് ഇടുമ്പോഴേക്കും ഇത് 6 മാസമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനസ്സുഖമാണ്. അതൊരു മാനസിക രോഗമാണെന്നുള്ളത് ഇവര് മനസ്സിലാക്കുന്നില്ല. അപ്പൊ ഇത് കണ്ടിട്ട് അവര് സങ്കടപ്പെടണം. ഇത് വായിക്കുമ്പോൾ ഇപ്പൊ ഈ അനുമോൾ ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇത്തരം നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ അവര് വായിച്ച് സങ്കടപ്പെടണം. അപ്പൊ സങ്കടപ്പെടുമ്പോഴും അവർക്കൊരു മനസ്സുഖമാണ്. മനസ്സിലായോ? ആ ഒരു മനസ്സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കിടന്ന് ഈ പരിപാടികളൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത്തരം നെഗറ്റീവ് കമന്റ്സുകളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്യുക. ഒരു പണിയില്ലാത്ത കുറെ ആൾക്കാർ, ചൊറിയും കുത്തിയിരിക്കുന്ന കുറെ ആൾക്കാർ, അവർക്ക് ചൊറിയുമ്പോൾ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് കമന്റ്സ് ഇടുന്നതാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെയൊക്കെ തള്ളിക്കളയാൻ വേണ്ടി പറ്റും.
ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി കല്യാണം കഴിക്കുമ്പോൾ അവൾക്ക് നല്ലത് ആശംസിക്കുക. നമുക്ക് ആശംസിക്കാനൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ. ഓക്കെ, നാളെ ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾ പബ്ലിക് ആകുമ്പോൾ, ആ പ്രശ്നങ്ങൾ പബ്ലിക് ആയിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിമർശിക്കാം, ക്രിട്ടിസൈസ് ചെയ്യാം, നമുക്ക് എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അല്ലാത്തപ്പോ എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? ആ പെൺകുട്ടിയുടെ കോസ്റ്റാസുമായിട്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടി ഇതിന് മുമ്പ് ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോ എടുത്തു കൊണ്ടുവരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നു, നെഗറ്റീവ് പറയുന്നു, കല്യാണം കഴിച്ച ആ ചെറുക്കനെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുന്നു, അവനെ പറ്റിയിട്ട് ഇല്ലാതെ പറയുന്നതും. ഇനി ഈ ഞാൻ കാണിച്ച ഈ ഒരു വീഡിയോയുടെ അടിയിലും കുറേ നെഗറ്റീവ്സ് ഉണ്ട്. അതിനകത്ത് വന്നേക്കുന്നത് ഭർത്താവ് മിണ്ടാതിരിക്കുന്നു, അനുമോള് ഭയങ്കരമായിട്ട് കിടന്ന് ജാട കാണിക്കുന്നു, ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു. ഒരു പെൺകുട്ടി കിടന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും. ഭർത്താവിനെ അവൻ എന്ന് വിളിക്കാൻ പാടില്ല, ഭർത്താവ് സംസാരിക്കുന്നതിലേക്കാട്ടി കൂടുതൽ സംസാരിക്കാൻ പാടില്ല, അങ്ങനൊന്നും ഇല്ല. ഈ പണ്ടത്തെ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ജഡ്ജ്മെന്റ് ഒക്കെ എന്തിനാണ് ഇങ്ങനെ ഇറക്കുന്നത്? പണ്ട് പലതും നടന്നിട്ടുണ്ടാകാം. പണ്ട് ഭർത്താവിന്റെ സൗണ്ടിന് മുകളിലേക്ക് ഭാര്യയുടെ സൗണ്ട് പൊങ്ങുന്നുണ്ടായിരുന്നില്ല. അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്, അന്നത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് സ്ത്രീകളെ അടിച്ചമർത്തി വെച്ചിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു. ഇന്നത്തെ സൊസൈറ്റിയിൽ അങ്ങനെയല്ല. എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള പ്രാധാന്യമാണ് എന്നതറിയാം. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഒരാൾ ഭയങ്കര സംസാരിക്കുന്ന ആളായിരിക്കും, മറ്റേ ആൾ വലുതായിട്ട് സംസാരിക്കത്തില്ലായിരിക്കും. ഇപ്പൊ എന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വളവളാതെ സംസാരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ എവിടെയെങ്കിലും പോയിരുന്ന ഇങ്ങനെ വളവളാതെ ഞാൻ സംസാരിക്കും. അതേസമയം എന്റെ ഭർത്താവ് അങ്ങനെ സംസാരിക്കുന്ന ആളല്ല. പുള്ളി ഭയങ്കര കാമായിട്ട് ക്വയറ്റായിട്ടിരിക്കുന്നു എന്ന് വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പാടില്ലേ? ഇവിടെ സെയിം. അനുമോളെ സംബന്ധിച്ചിടത്തോളം, അനുമോളെ കല്യാണം കഴിച്ച വ്യക്തി, പുള്ളി ഒരു തമിഴ് ലാംഗ്വേജ് പുള്ളിക്ക് നന്നായിട്ട് അറിയത്തുള്ളൂ. പുള്ളിയുടെ മദർ ടങ് അതാണ്. അപ്പൊ പുള്ളി ചിലപ്പോൾ അത് സംസാരിക്കാൻ മടിയുണ്ടായിരിക്കാം. അനുമോളുടെ വീഡിയോ ആണ്, അനുമോളുടെ വ്ളോഗാണ്, അപ്പൊ അനുമോളായിരിക്കും സംസാരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാത്തിനും ഇങ്ങനെ നെഗറ്റീവ് കാണാൻ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയം ഉണ്ടാവത്തുള്ളൂ. നെഗറ്റീവ് കണ്ണുകളോടുകൂടി മാത്രമേ നമുക്ക് ഇതെല്ലാം കാണാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതിന് കുറെ പേര് വിമർശിക്കുന്നത് കണ്ടു. ചിലരങ്ങനെ ആയിരിക്കും. ചിലർക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും ഒക്കെ ഇമോഷൻസിനെ ഭയങ്കരമായിട്ട് കാണിക്കുന്ന ആൾക്കാരായിരിക്കും ചില വ്യക്തികൾ. അവരുടെ ഇമോഷൻസിനെ അവർ ഭയങ്കര ടൂ മച്ചായിട്ട് കാണിക്കും, ടൂ മച്ചായിട്ട് സംസാരിക്കും. അതിൽ ഓരോരുത്തരുടെ വ്യക്തിത്വമാണ്, ഓരോരുത്തരുടെ വ്യക്തിഗതമായ തീരുമാനമാണ്. ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ്. ആ വ്യക്തിയെ പോലെ ആയിരിക്കണമെന്നില്ല മറ്റൊരാള്. അപ്പൊ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് കമ്പാരിസൺ ആണ്. ഒരു സ്ത്രീ സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്ത്രീ സംസാരിക്കാൻ പാടില്ല, ഈ സ്ത്രീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള കമ്പാരിസൺ ആണ്. ആ കമ്പാരിസൺ ഒന്നും ഒരു വ്യക്തിയുടെ വ്യക്തിഗതമായ തീരുമാനങ്ങളിലോ ചിന്താഗതികളിലോ സ്വഭാവങ്ങളിലോ ഒന്നും കൊണ്ടുവരാതിരിക്കുക. ശരിക്കും ഇത്തരത്തിലെ മാനസിക രോഗികളെ നമ്മൾ അവോയ്ഡ് ചെയ്യുക, അതേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ഓക്കെ, സോഷ്യൽ മീഡിയയിൽ ഇറങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മാനസിക രോഗികളെയൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിലെ മാനസിക രോഗികളെ കാണുമ്പോൾ അവർക്കത് മാനസിക രോഗമാണ്, അവരുടെ ചൊറിച്ചിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കമന്റ് ഇടുന്നതാണ് എന്ന് വിചാരിച്ച് നമുക്ക് ഇഗ്നോർ ചെയ്യാനേ പറ്റത്തുള്ളൂ.